ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമുക്കൊരു ട്രാവൽ വ്ലോഗ് ആയാലോ? കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ഫാമിലിയിൽ നിന്ന് എല്ലാവരും കൂടി ചേർന്നിട്ട് കൊല്ലത്തേക്കൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം 10 പേര് 2 കാറിലായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. 6 മണിയോടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു മഴയുള്ള ദിവസമായിരുന്നു അന്ന്. ആദ്യം ഞങ്ങൾ പോയത് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങൾ അമ്പലപ്പുഴയിൽ നിന്ന് വലിയഴിക്കൽ പാലം വഴിയാണ് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിലേക്ക് പോയത്. തോട്ടപ്പള്ളിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്ററാണ് തീരദേശ പാത വഴി അങ്ങോട്ടേക്ക് എത്താനുള്ളത്. NH കയറാത്തത് കൊണ്ട് നമുക്ക് ട്രാഫിക് ഒന്നും ഇല്ലാതെ ഈ വഴി പോയിട്ട് വരാൻ പറ്റി. അപ്പം ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് കണ്ടാലോ? അങ്ങനെ അമ്പലം എത്താറായി. അമ്പലത്തിലെത്തുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ മൈനിങ് നടക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന ടൈമിൽ അവിടെ മൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ അമ്പലത്തിലെത്തി. കാറ് പാർക്ക് ചെയ്തു, അകത്ത് കയറി. സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. എങ്കിലും നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി. ഞാനിത് 3ാമത്തെ തവണയാണ് കാട്ടിൽ മേക്കതിൽ പോകുന്നത്. ഇതിനു മുമ്പ് 2 തവണയും പോയത് വൈകുന്നേരങ്ങളിലായിരുന്നു. ആദ്യമായിട്ടാണ് രാവിലെ പോകുന്നത്. എല്ലാ ദിവസവും പൊങ്കാല നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കാട്ടിൽ മേക്കതിൽ. അങ്ങനെ കടലൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു. അതിനുശേഷം നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ പോയത് കരുനാഗപ്പള്ളിയിലുള്ള H&J മാളിലുള്ള ആര്യാസിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിൽ കഞ്ഞി പയറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എല്ലാവരും ഒന്നും കഞ്ഞി കുടിച്ചില്ല. കഞ്ഞി കുടിക്കാത്തവരെല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മൾ മസാല ദോശയും നെയ് റോസ്റ്റ് അങ്ങനെയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അതിനുശേഷം നമ്മൾ പോയത് സാമ്പ്രാണിക്കൊടിയിലേക്കാണ്. ഇൻസ്റ്റഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സൊക്കെ വഴി ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സാമ്പ്രാണിക്കൊടി. ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു തവണ സാമ്പ്രാണിക്കൊടിയിൽ പോയിട്ടുണ്ടായിരുന്നു, ഏകദേശം 1 വർഷത്തിന് മുമ്പ്. നമ്മൾ ഫാമിലി എല്ലാവരുമായിട്ട് പോകണമെന്ന് അന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 പേരും പോയപ്പം ആകെപ്പാട് ഷോക്കായിരുന്നു. പക്ഷെ നമ്മൾ എല്ലാവരുമായിട്ട് പോകുമ്പോൾ രസമായിരിക്കുമല്ലോ, നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് എൻട്രൻസിലേക്ക് പോവുകയാണ്. ഒരാൾക്ക് ഇവിടെ ചാർജ് ചെയ്യുന്നത് 150 രൂപയാണ്. നമ്മളൊരു ബോട്ട് കയറി വേണം നമ്മൾ ആ ഒരു തുരുത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു റെസ്റ്റോറൻറ്റ് കാണാം. ഒരു സീ ഫുഡ് റെസ്റ്റോറൻ്റാണ്. തിരിച്ചു വന്നപ്പോൾ നമ്മളവർ കഴിക്കാൻ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ടിലേക്കുള്ള യാത്രയായി. 2 ബോട്ടിലായിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മുടെ ബോട്ട് വന്നു. നമ്മൾ ഓരോരുത്തരായിട്ട് കയറി. അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. ഒരാൾ കയറിയിട്ട് കയറണം, ലൈഫ് ജാക്കറ്റ് ഇടണം, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ കയറി. നമുക്കൊരു കുഞ്ഞു ബോട്ട് യാത്ര കണ്ടിട്ട് വന്നാലോ?
നമ്മൾ സ്ഥലത്തെത്തി. ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളവരെ ഇറക്കുന്നത്. അതിനുശേഷം നമ്മൾ വെള്ളത്തിലോട്ട് ചാടി ഇറങ്ങണം. ഞാൻ ചാടിയപ്പോൾ തന്നെ എൻ്റെ പകുതിയോളം മുങ്ങി. ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പകുതിയോളവും മുങ്ങും. കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ ആയിരുന്നു. പിന്നെ ഞാനൊരു മണ്ടത്തരം കാണിച്ചു. പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു. പുതിയ ഡ്രസ്സ് ഇട്ട് സാമ്പ്രാണിക്കൊടി വെള്ളത്തിൽ കളിക്കാൻ വന്ന ഏക വ്യക്തി ഞാനായിരിക്കും. എന്താണെന്ന് വെച്ചാൽ കളർ ഇളകി ഡ്രസ്സ് വൈറ്റ് ലെഗിങ്സും കൂടിയായിരുന്നു. ആകെപ്പാട് നാശമായി. എങ്കിലും സാമ്പ്രാണിക്കൊടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനത് മറന്നിരിക്കുന്നു. ഫോട്ടോസൊക്കെ കളർഫുള്ളായി കിട്ടണ്ടേ, അതാണ് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നത്. പോട്ടെ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കറങ്ങി അവിടെ നിന്നപ്പം നമ്മൾ വന്നപ്പോഴേ ഒരു ചേട്ടൻ നമ്മളെ നോട്ടം ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ വള്ളത്തിൽ കയറ്റി ഒരുപാട് കണ്ടൽ കാടുകളുടെ ഇടയിലൂടെ നമ്മളെ കൊണ്ടുപോകും. എക്സ്ട്രാ ഒരു 100 രൂപ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 5 പേരും കൂടി, ആ ചേട്ടൻ കുറേ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും പോയിട്ട് വരാമെന്ന് കരുതിയിട്ട് നമ്മൾ 5 പേരും കൂടി കയറി. ആ ചേട്ടൻ നല്ലൊരു ചേട്ടനായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടുന്ന് കുറച്ച് പൈനാപ്പിളും മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മളിതാ വള്ളത്തിൽ ഇങ്ങനെ മാംഗ്രോവ് ഫോറസ്റ്റ് കാണാൻ പോവാണ്. ഇതാണ് നമ്മുടെ ചേട്ടൻ. അങ്ങനെ നമുക്ക് അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കണ്ടാലോ.
വള്ളത്തിൽ അരമണിക്കൂറായിരുന്നു സമയം. വെയിലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ നമ്മൾ വള്ളത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് വന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ഈ ചേച്ചിമാരുടെ കയ്യിൽ നിന്ന് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാങ്ങയുടെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വള്ളത്തിൽ വന്ന ചേട്ടന് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ 2 പേർക്ക് ചേച്ചിക്ക് ചെയ്ത് കൊടുത്താൽ പറഞ്ഞു. അങ്ങനെ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ചേച്ചി പറയാണ്, അവിടെ കഴിഞ്ഞ ആഴ്ച വെള്ളമൊന്നും ഇല്ലായിരുന്നു, ഞങ്ങളിവിടെ കസേരയിട്ടിരിക്കുകയായിരുന്നു, അവരൊക്കെ ഒന്ന് സമ്മതിക്കണമല്ലേ, എത്ര നേരമായി വെള്ളത്തിൽ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മൾ സാമ്പ്രാണിക്കുടി വരെ വന്നതല്ലേ, അങ്ങനെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. അതിനുശേഷം നമ്മൾ വന്നത് കൃഷ്ണപുരം പാലസിലേക്കാണ്. ഏകദേശം അവിടെ ക്ലോസിങ് ടൈം ആയിരുന്നു, 4:30 വരെ ഉള്ളായിരുന്നു എൻട്രി ടൈം. നമ്മൾ ഏകദേശം ആ സമയം അടുപ്പിച്ചാണ് അവിടെ എത്തിയത്. കൃഷ്ണപുരം പാലസിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സേവ് ദ ഡേറ്റ് ഷൂട്ട് കഴിഞ്ഞ് രണ്ടാമത് ഇവിടെ എത്തുമ്പം പണ്ടത്തെ നൊസ്റ്റാൾജിയാണ്. ഇവിടുത്തെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല, കാരണം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടാണ് അകത്തോട്ട് കയറിയത്. അപ്പോഴേ ഒരു പോലീസുകാരൻ എന്നോട് പറഞ്ഞു ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന്. പിന്നെ അവർ കാണാതെ എടുത്ത കുറച്ച് വീഡിയോസാണിത്. എനിക്ക് ഞങ്ങളുടെ സേവ് ദ ഡേറ്റിൽ ഒരു ഫോട്ടോയെങ്കിലും ഒന്ന് റീക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള സമയം കിട്ടിയില്ല. നമ്മളതിൻ്റെ ക്ലോസിങ് ടൈമിലാണ് അവിടെ എത്തിയത്. പിന്നെ ഓടിപ്പോയി ജസ്റ്റ് കൊട്ടാരമൊക്കെ ഒന്ന് കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ സേവ് ദ ഡേറ്റിൻ്റെ ടൈമിൽ ഞങ്ങൾ തമ്മിൽ വലിയ കമ്പനിയൊന്നും ഇല്ലായിരുന്നു. കാരണം എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ എൻ്റെ ചേട്ടനെ കണ്ടിട്ടുള്ളത് ആകെ 3 തവണയാണ്. 1 പെണ്ണ് കാണാൻ വന്നപ്പോൾ, 2 എൻഗേജ്മെൻറ്റിന്, 3 ഈ സേവ് ദ ഡേറ്റിനാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വന്ന ചേട്ടൻ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എന്താ തീരെ സിങ്കില്ലല്ലോ എന്ന്. കാര്യം ഇതല്ലേ. പക്ഷേ 3 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല സിങ്കാണ്. അതാണ് ഈ ഞങ്ങൾ തമ്മിൽ ഊഞ്ഞാലാടുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ കുഞ്ഞു യാത്ര. ഒരു കൊല്ലം 1 ഡേ ട്രിപ്പ് ആയിരുന്നു നിങ്ങൾ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.